പല മണ്ഡലങ്ങളിലും നേരിയ മാർജിനിലാണ് ഇരു പാർട്ടികളും ലീഡ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് ഫ്ലിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതും വളരെ നിർണായകമാണ്. ഇപ്പോഴത്തെ ലീഡ് നില നോക്കിക്കഴിഞ്ഞാൽ 41-29. അതായത് ഒരു 5-6 സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിഞ്ഞാൽ ചിത്രം മൊത്തം മാറും എന്നുള്ളിടത്താണ് ഇരു പാർട്ടികളും പ്രതീക്ഷ കൈവിടാതെ ചില ആഘോഷ പരിപാടികളിൽ മുന്നോട്ട് പോകുന്നത്. BJP ആസ്ഥാനത്തും ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തും ആഘോഷങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തെ ഉദ്വേഗജനകമാക്കുന്നത്. തൗഫീഖ് അസ്ലമിലേക്ക് ഇവിടെ പോകുന്നു. തൗഫീഖ് ഇപ്പോൾ എവിടെയാണുള്ളത്? BJP ആസ്ഥാനത്താണോ? അജിൻസ് BJPയുടെ സംസ്ഥാന ഓഫീസിലാണുള്ളത്. ഇവിടെ അല്പനേരം മുമ്പ് വരെ പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആഘോഷം അല്പം ഒന്ന് തണുത്തിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണമെന്നറിയില്ല. തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നതിന് ശേഷം ഇനി ആഘോഷം മതി എന്നാണെന്ന് തോന്നുന്നു പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഓഫീസിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം പ്രതികരിച്ചത് ഡൽഹിയിലെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു, അതിന്റെ തെളിവാണ് ഇത്രയധികം സീറ്റ് BJPക്ക് ലഭിച്ചത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഇനിയിപ്പോൾ ഒരു ആഹ്ലാദത്തിലേക്ക് കടന്നാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് BJP എത്തിയിരിക്കുകയാണ്. 6-7 റൗണ്ട് മാത്രമാണ് ഇപ്പോൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നത്. ഇനിയും റൗണ്ടുകൾ എണ്ണാനുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ വലിയ മാറ്റങ്ങൾ ഇനിയും സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇനിയും വോട്ടുകൾ എണ്ണാനുണ്ടെന്നാണ് ആം ആദ്മി നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരങ്ങൾ. നേരത്തെ ഈ മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ BJPയുടെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓഖ്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അമാനത്തുല്ലാ ഖാനെ പിന്നിലാക്കിക്കൊണ്ട് BJP സ്ഥാനാർത്ഥി അവിടെ മുന്നേറിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ അമാനത്തുല്ലാ ഖാനാണ് ലീഡ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് AIMAയുടെ സ്ഥാനാർത്ഥിയാണ്. അതിനുശേഷമാണ് അവിടെ BJP. പിന്നീടാണ് കോൺഗ്രസിന് അവിടെ 4ാം സ്ഥാനത്താണ് കോൺഗ്രസ് നിലവിൽ ഓഖ്ലയിലുള്ളത്. ഓഖ്ലയിലെ വലിയ രീതിയിലുള്ള മുന്നേറ്റം അവിടെയും നടക്കുന്നുണ്ട്. BJP എന്തായാലും അവർ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ഒരുപക്ഷെ റിസൾട്ട് പൂർണ്ണമായി വന്നതിന് ശേഷം സ്ഥാനാർത്ഥി ചർച്ച, മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ വലിയ പ്രവർത്തകരുടെ ഒരു ആവേശം ഇപ്പോൾ നമുക്ക് ഈ ഓഫീസിൽ കാണാൻ സാധിക്കില്ല. കുറച്ച് നേരത്തെ ചില പ്രവർത്തകർ പുറത്തു വരികയും അവിടെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളെല്ലാം നടത്തുകയും ചെയ്തിരുന്നു. ഇതുവരെയും മധുരം വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് BJP കടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ ഫലം പൂർണ്ണമായും പുറത്തു വന്നതിന് ശേഷം കൂടുതൽ ആഘോഷങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് BJP നേതൃത്വങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കാരണം BJP പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയമാണ് ഇത്തവണ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മൾ അനിൽ ആന്റണിയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഡൽഹിയിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, ഡബിൾ എഞ്ചിൻ സർക്കാരിനെ ഡൽഹിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ BJPയെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു മാറ്റം കേരളത്തിൽ കൂടി ഉണ്ടാകുമെന്ന് കൂടി അനിൽ ആന്റണി പറയുകയുണ്ടായി. കേരളത്തിലും ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ആവശ്യകത നിലവിലുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ കൂടി ഡബിൾ എഞ്ചിൻ സർക്കാർ വരുമെന്ന് കൂടി അദ്ദേഹം ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ശരി, ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് 2ാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇനിയും ഒരു സീറ്റിലും ലീഡ് നില ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ചാന്ദിനി ചൗക്ക് പോലുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ 17,154 12,366 വോട്ടിന്റെ ലീഡുമായി ആം ആദ്മി പാർട്ടി ഉള്ളപ്പോൾ തൊട്ടുപിറയിൽ 12,366 വോട്ടുമായി 4,758 വോട്ടുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് 2ാം സ്ഥാനത്ത്. അവിടെ BJP 3ാം സ്ഥാനത്താണ്. അങ്ങനെയുള്ള ചില കൗതുകങ്ങളും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൗതുകങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ ബദാർപൂർ എന്നൊരു മണ്ഡലമുണ്ട് ന്യൂഡൽഹിയിൽ. അവിടെ ബൃന്ദാക്കാരടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയ മണ്ഡലമാണ്. അവിടെ CPIMന്റെ സ്ഥാനാർത്ഥി 70 വോട്ട് പിന്നിട്ടിരിക്കുന്നു എന്നതുകൂടി കാണുക. ആകെ 70 വോട്ടാണ് ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞത്. അതേസമയം ലീഡ് ചെയ്യുന്ന ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി 30,000 വോട്ടിന്റെ പരിസരത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊരു അവിടെ നിന്നുള്ള ഒരു വിവരം. എന്തായാലും നമ്മളിത് പരിശോധിക്കും. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പല മണ്ഡലങ്ങളിലും മിക്കവാറും മണ്ഡലങ്ങളിൽ ഏതാണ്ട് പാതി മാത്രമാണ് റൗണ്ട്സ് എണ്ണി കഴിഞ്ഞിട്ടുള്ളതെന്നാണ് ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ 300 വോട്ടിന് പിന്നിൽ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ മണ്ഡലത്തിൽ ആകെ 13-6 റൗണ്ട് മാത്രമാണ് എണ്ണി കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും 7 റൗണ്ടുകൾ കൂടി എണ്ണാനുണ്ട് കെജ്രിവാളിന്റെ മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്.